ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഒരു കുക്കിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് കുക്ക് ചെയ്യാൻ പോണത് ഞാനല്ല, ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് ഷെഫാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ ഒരു പോത്തിൻ്റെ കവിള്, അതായത് ബീഫ് ചീക്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങളിന്ന് നല്ല എന്താ പറയുക, ഉപ്പും കുരുമുളക് ഇട്ടിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ഉപ്പും കുരുമുളകും മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മൾ സ്റ്റേക്ക് മോഡൽ കുക്കിംഗ് ആണ്. അപ്പോൾ നമ്മുടെ ഷെഫിൻ്റെ പേര് മതി എന്നാണ് കേട്ടോ, മതി ഷെഫ്. പുള്ളിക്കാരൻ തമിഴ്നാട്ടുകാരനാണ്. പിന്നെ എൻ്റെ ഇവിടുത്തെ ഒരു നല്ലൊരു കൂട്ടുകാരനും കൂടിയാണ് കേട്ടോ. കൂട്ടുകാരൻ എന്ന് പറയാൻ പറ്റില്ല, നമ്മളെക്കാളും സീനിയറാണ്. എങ്കിലും ഞാൻ ആ ഒരു കാറ്റഗറിയിൽ ഇട്ടിരിക്കുന്നു. കൂട്ടുകാരൻ എന്നൊരു നല്ല കാര്യം, എന്നെ വലിയ കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്കും വലിയ കാര്യമാണ്. അപ്പോൾ ഒരുപാട് എന്താ പറയുക, എക്സ്പീരിയൻസും അറിവുമുള്ള ആളാണ് കേട്ടോ മൂപ്പരാണ്. അപ്പോൾ ആളുടെ കയ്യിൽ നിന്ന് മാക്സിമം കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക, അതേപോലെ തന്നെ പലതരം ഫുഡുകളെ പറ്റിയിട്ട് ഒക്കെ ഡിസ്കസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര താല്പര്യം. അപ്പം ഞങ്ങൾ ഈ സമയം കൊണ്ട് ഈ ബീഫ് കഴുകി വെച്ചത് ഇങ്ങനെ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മേലെ കൂടെ ഞങ്ങളിങ്ങനെ ചെറുതായിട്ട് ഉപ്പ് വിതറും. ഇങ്ങനെ ഉപ്പ് ഇങ്ങനെ വിതറിയിട്ട് അപ്പുറത്തും മറിച്ചിടും. എന്നിട്ട് വീണ്ടും ഉപ്പ് വിതറും. അതാണ് ആദ്യത്തെ പരിപാടി. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ കുരുമുളക് പൊടി വിതറാനാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് മേലെ കൂടെ കുരുമുളക് പൊടി ഇടലാണ്. പക്ഷെ നമ്മുടെ കയ്യിൽ കുരുമുളക് പൊടി ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. അപ്പം ഞങ്ങളിത് നമ്മുടെ ജീരകം പൊടിച്ചിടാനാണ് തീരുമാനിച്ചത്. അത് ക്യുമിൻസ് പൗഡറാണ് ഞങ്ങളിവിടെ യൂസ് ചെയ്യണത്. എന്ത് ടേസ്റ്റാണ് കിട്ടുകയെന്നറിയില്ല. കുരുമുളക് പൊടി ഇടുകയാണെങ്കിൽ ഇത്തിരി കൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നോർമലി കുരുമുളക് പൊടിയാണ് യൂസ് ചെയ്യുക. ഞങ്ങളുടെ അതില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ക്യുമിൻസ് പൗഡറാണ് യൂസ് ചെയ്യണത്. അപ്പോൾ നമ്മൾ ഒരു സൈഡിൽ മുഴുവൻ ഈ പൊടി ഇട്ടതിന് ശേഷം നമ്മൾ തിരിച്ച് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അപ്പുറത്തെ സൈഡും കൂടെ നമ്മൾ പൊടി ഇടണം. ആക്ച്വലി ഞങ്ങൾ പുറത്ത് പോയിട്ട് സാധനങ്ങളൊക്കെ മേടിച്ച് വന്നതാണ്. പക്ഷേ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരൻ്റെ കയ്യിൽ ഉണ്ടാവും എന്ന് കരുതിയിട്ട് ഞാനും മേടിച്ചില്ല, എൻ്റെ കയ്യിൽ ഉണ്ടാവും എന്ന് കരുതിയിട്ട് പുള്ളിക്കാരനും മേടിച്ചില്ല. ഞങ്ങൾക്ക് 2 പേർക്കും അറിയാമായിരുന്നു ആക്ച്വലി ഞങ്ങളിൽ പെപ്പർ തീർന്നു എന്നുള്ള കാര്യം, പെപ്പർ പൗഡർ തീർന്നു എന്നുള്ള കാര്യം. അപ്പോൾ 2 പേരും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൽ പറ്റിപ്പോയതാണ്. ഞങ്ങൾ ആക്ച്വലി അവിടെ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുകയായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഇതേപോലെ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതേപോലെ സൈഡൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് തീ കയറ്റണം കേട്ടോ. തീ ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്ക് കയറ്റിയിട്ട് ആ സ്റ്റേക്ക് എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ ബീഫിൻ്റെ ആ ചീക്കൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തീ ഒന്ന് ഒറ്റ വട്ടെങ്കിലും തീ അതിൻ്റെ ഉള്ളിൽ കയറ്റണം, പാനിൻ്റെ ഉള്ളിൽ. എന്നാൽ ആ ഒരു പുകയുടെ ചുവ എന്നൊക്കെ പറയില്ലേ, നമ്മുടെ പുകച്ചവ, അതായത് സ്മോക്കി ഫ്ലേവർ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഫ്ലേവറാട്ടോ ഈ സ്മോക്കി ഫ്ലേവേർഡ് ആയിട്ടുള്ള ഫുഡുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എൻ്റെ അമ്മയോ എൻ്റെ ഭാര്യയൊക്കെ ഉണ്ടാക്കി കരിഞ്ഞു പോയാലും ഞാനൊന്നും പറയാറില്ല, കാരണം എനിക്ക് ആ ഒരു സ്മോക്കി ഫ്ലേവർ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ നല്ലോണം എണ്ണയിലിട്ട് ഇങ്ങനെ മുരിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കാനൊക്കെ കേട്ടോ, ഞങ്ങളുടെ പഴയ എക്സ്പീരിയൻസും അതുപോലെ പുതിയ എക്സ്പീരിയൻസും ഉള്ള കാര്യങ്ങളും ഞാൻ കണ്ടിട്ടുള്ള ഫുഡുകളെ പറ്റിയിട്ടും അതേപോലെ തന്നെ ഡ്രിങ്ക്സുകളെ പറ്റിയിട്ടും എല്ലാത്തിനും പറ്റിയിട്ടൊക്കെ ഞാനും സംസാരിക്കുന്നുണ്ട്. ആൾ കണ്ടിട്ടുള്ള ഫുഡും ഡ്രിങ്ക്സും അതേപോലെ തന്നെ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ട് ആൾ സംസാരിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഓരോ സംശയങ്ങൾ ഞാൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആളതിന് ഉത്തരങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ നമ്മുടെ സീനിയേഴ്സിനായിട്ട് നമ്മുടെ കോവർക്കേഴ്സിനേക്കാൾ കൂടുതൽ നമ്മുടെ സീനിയോറിറ്റി ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് നമുക്ക് ഒരുപാട് നേരം സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ലൈഫ് എക്സ്പീരിയൻസിനും
അതേപോലെ തന്നെ അവരുടെ ഈ ഓരോ എക്സ്പീരിയൻസസ്, അതൊക്കെ ഭയങ്കര നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കരിയർ ഡെവലപ്പ് ചെയ്യാൻ ഭയങ്കര പ്രിഷ്യസ് ആയിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഓരോരുത്തരിങ്ങനെ ഇപ്പോൾ സീനിയർ ഞാൻ അങ്ങനെ ചെയ്തു വന്നാണ് ഇങ്ങനെ ചെയ്തു വന്നാണെന്നൊക്കെ പറയുമ്പോൾ നമ്മളവരെ പുച്ഛിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ലൈഫ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ പല സാഹചര്യത്തിൽ കൂടിയും ജീവിക്കേണ്ടി വരും, പണിയെടുക്കേണ്ടി വരും. അപ്പോൾ മൂപ്പരാൾ കുറേയൊക്കെ സ്റ്റോറീസ് എനിക്ക് പറഞ്ഞു, അത് കേട്ടപ്പോൾ ഭയങ്കര ഇൻസ്പയർഡ് ആയി പോയിട്ടാണ് മൂപ്പരാളെ പറ്റിയിട്ട്. പിന്നെ എൻ്റെ സ്റ്റോറി ഞാൻ പറയാൻ നിന്നില്ല. എൻ്റെ സ്റ്റോറി പറയുകയാണെങ്കിൽ ചിലപ്പോൾ മൂപ്പരാൾ ഇൻസ്പയർഡ് ആയി പോകും. അതുകൊണ്ട് ഞാനതൊന്നും പറഞ്ഞില്ല. പച്ച മലയാളത്തിൽ പറയണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ലാത്തി, അത്ര തന്നെ. അങ്ങോട്ടും ഇങ്ങോട്ടും ലാത്തിട്ട് തന്നെയായിരുന്നു. അപ്പോൾ ആ സമയം കൊണ്ട് ഫുഡ് റെഡിയായി. നമ്മളിതാ ഒരു സ്റ്റേക്ക് എന്ന് വേണമെങ്കിൽ പറയാം, സ്റ്റേക്ക് എടുത്ത് വെച്ചു. എൻ്റെ മേലെ കൂടെ ബാക്കി വന്ന എണ്ണ എടുത്ത് വെച്ചു കേട്ടോ. ഇതിൽ വേറെ ഒന്നുമില്ല, ജസ്റ്റ് സാൾട്ടും നമ്മുടെ ജീരകപ്പൊടിയും മാത്രമേ ഉള്ളൂ, അതായത് ക്യുമിൻ പൗഡർ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല കേട്ടോ, വേറെ ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ കേട്ടോ പരിപാടി. ഇനി ഇത് നമുക്ക് കഴിച്ചിട്ട് എങ്ങനെയുണ്ട് നോക്കി വെക്കാം. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടല്ലോ, നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഡിന്നർ, നമ്മുടെ പോത്തിൻ്റെ കവള്. അപ്പോൾ നമുക്കിത് കഴിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം എടുത്തിട്ട് നൈസായിട്ട് മീഡിയം ആണ് കേട്ടോ, മീഡിയം കുക്ക്ഡാണ്, വെൽഡല്ല, ഒരുപാട് വെൽഡനല്ല, മീഡിയം. അതായത് കണ്ടോ, ഇതിൻ്റെ നടുവിൽ ശരിക്കും വെന്തിട്ടുണ്ടാവില്ല, ചുറ്റും നല്ല ബ്രൗണിഷ് കളറിലായിട്ട് വന്നിട്ടുണ്ടാവും, നടുവിൽ വന്നിട്ടുണ്ടാവില്ല, അതാണ് മീഡിയം. ഇതിൻ്റെ സ്റ്റേക്കിൻ്റെ പല വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റേക്കിനെ പറ്റി പറയുകയാണെങ്കിൽ സ്റ്റേക്ക് പലതരത്തിലുണ്ട്, അതേപോലെ തന്നെ പലതരം വെറൈറ്റി കുക്കിങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ സ്റ്റേക്കിനെ പറ്റിയിട്ടൊക്കെ പറയുകയാണെങ്കിൽ. അതായത് റയർ, മീഡിയം റയർ, വെൽഡൻ, മീഡിയം വെൽഡൻ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ഉണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെ കുറിച്ചിട്ടൊന്നും ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ട്, അപ്പം നമ്മളിത് കഴിച്ചിട്ട് കൊള്ളാമെന്ന് തോന്നി. അതുകൊണ്ട് നമുക്കൊരു 10ൽ ഒരു 8 മാർക്ക് കൊടുക്കാൻ പറ്റും നമുക്ക് സുഖമായിട്ടല്ലോ. കാരണം നമ്മുടെ കയ്യിൽ പെപ്പർ ഉണ്ടായിരുന്നില്ല, പെപ്പർ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ പൊളിച്ചേനെ 10ൽ 10 മേടിച്ചെടുക്കാൻ പറ്റിയ ഒരു സാധനമായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ കയ്യിൽ പേപ്പർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ സോ നമ്മളുള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക, എന്തായാലും നമ്മൾ കഴിക്കണ്ടേ. പക്ഷേ സംഭവം വേറെ ലെവലായിട്ടുണ്ട്. പെപ്പറിൻ്റെ ടേസ്റ്റ് കിട്ടിയില്ലെങ്കിലും വേറൊരു ടേസ്റ്റ്, നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരിക്കും ബൈ.